ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ടൈഗർ കേവിൽ പോയാലോ? അപ്പോൾ ഇടുക്കിയിലെ മാങ്കുളത്താണ് ഈ ഒരു പാർക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് പോവാം. നല്ലപോലെ കേട്ടോ, കുഴപ്പമില്ല. അതെ അതെ, അങ്ങനെ കഴിക്കാൻ ഇറങ്ങി ഗായ്സ്. വേറൊന്നും കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയില്ലേ? പക്ഷെ ഫുഡൊന്നും വലിയ കൊള്ളത്തില്ല. ഇന്നലെ ഒട്ടും കൊള്ളത്തില്ല. ടൂർ കോർഡിനേറ്റർ ഞാനായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം മനോഹരമാകുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പം നമ്മൾ മാപ്പൊക്കെ ഇട്ട് പോയെന്ന് പറഞ്ഞാലും കുറേ സ്ഥലത്ത് നമ്മൾ വഴി തെറ്റി ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കേവിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. നോർമൽ, അതായത് നമ്മൾ ഫോറിനേഴ്സ് അല്ലാത്തവർക്ക് 50 റുപ്പീസും ഫോറിനേഴ്സിന് 100 റുപ്പീസുമാണ് ഇവിടെ ടിക്കറ്റ് പറയുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ആ സമയത്ത്. എന്നിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആദ്യം നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആ ബ്രിഡ്ജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഈറ്റക്കാട്ടിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പുഴയുണ്ട്. ഇപ്പം സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് അത് ഇങ്ങനെ വരണ്ട് കിടക്കുകയാണ്. വലിയ വെള്ളമൊന്നുമില്ല, എന്നാലും കുറച്ച് സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിലേക്കൂടെ ഇങ്ങനെ നടന്ന് കുറേ എന്നുവെച്ചാൽ നമുക്ക് നല്ല ചൂട്, നമ്മൾ ഭയങ്കര ചൂടുള്ള സമയത്താണ് പോയത്. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ അത്ര വെള്ളമൊന്നും കുടിച്ചില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇടുക്കിയിലൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വെക്കേഷന് പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കേവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന അത്ര വലിയ കേവ് ഒന്നുമല്ല, നല്ലൊരു നോർമൽ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു ടൈഗർ വന്ന് ആ കേവിൽ കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മീൻസ് ആ ഒരു ഒരാൾക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കേവാണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല ഭംഗിയായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ്. അത്രയും നടന്നിട്ട് പിന്നെ ആ പാറയ്ക്കകത്തൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. ആ പാറയ്ക്കൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ വരാൻ വേണ്ടി, അതായത് കുട്ടികളെയും കൊണ്ടൊക്കെ അവിടെ വരാം. എന്ന് വെച്ചാൽ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നമുക്ക് നല്ല സേഫൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കേവ് കാണാം എന്നുള്ളത് നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഫുള്ള് പറയണോ വേണ്ടത്? ഹലോ ഗായ്സ്, ചെറിയൊരു ഗുണാക്കയാണ്.
ചെന്നിട്ട് ഞങ്ങൾ മറ്റേ കൺമണി സോങ്ങൊക്കെ പാടി അങ്ങനെ. ഇത്രയുള്ളൂ. ഇവിടെയാണ് കേട്ടോ ടൈഗർ കിടന്ന് വവ്വാലൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു ഹോള് പോലെ കണ്ടോ, അവിടെയായിരുന്നു 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു ടൈഗർ വന്ന് കിടന്നുകൊണ്ടിരുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ അകത്തേക്കുണ്ട്. അപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് വന്ന് കണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണാനാണ് നമ്മൾ വന്നത്. എണ്ണി പാക്കത് കവിത കൊട്ടത് അത് എഴുത നിനക്കയിൽ വാർത്ത കൊടുത്തത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ മുൻവീട്ടിൽ സൗഖ്യമാ നാടിന്റെ സൗഖ്യമേ. ഓക്കെ. കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം ആദ്യം നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയിട്ട് പിന്നെ മറ്റേ ഈറ്റേൻ്റെ ഒരു കാട്, ചെറിയൊരു കാട്, അവിടെ കൂടെ ഒരു 300 മീറ്റർ നടന്നിട്ട് മറ്റേ പാറക്കല്ലിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് നമ്മൾ ആ കേവ് കണ്ടിട്ട് വീണ്ടും തിരിച്ച് അതിലേക്കൂടെ വന്ന് പിന്നെ നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ കയറി നമ്മൾ പോവാട്ടോ. കണ്ടിറങ്ങി ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു കേവുണ്ട്, പിന്നെ ഈറ്റക്കാടുണ്ട്. 50 റുപ്പീസിന് വെർത്തായിരുന്നു. അപ്പം ബൈ, അടുത്ത വീഡിയോ കാണാം. ബൈ.
ഒട്ടായി പോയോ